സഹോദര, ഇതാണ് ഏലം എന്ന് പറയുന്ന ചെടി. കണ്ടോ, ഇത് രാത്രിയിൽ എടുക്കുന്നത്. ഞങ്ങൾക്ക് നാളെ പകൽ ഇട്ടുതരാം കേട്ടോ. ഇത് പകൽ ഞാൻ ഇട്ടുതരാം. ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഇതാണ് ശരം എന്ന് പറയുന്നത്. ഇതിലാണ് ഏലക്കായ ഉണ്ടാകുന്നത്. ഇതാണ്ടോ, ഇതാണ് ഏലക്ക ഉണ്ടായി നിൽക്കുന്നത്. ഇത് ഏലക്ക ഉണ്ടായി നിൽക്കുന്നത്. ഇത് ഏലക്ക ഉണ്ടാകാനുള്ള ശരം എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ഏലച്ചെടി. കണ്ടോ, ഇതാണ് ഏലച്ചെടി. ഇത് ഇതുണ്ട് കുഞ്ഞ് ശരത്തിലെ കുഞ്ഞ് ഏലക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇതാണ് ശരം എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ ഇത്തേലിങ്ങനെ ഒരു 10-15 കവര ഈ ഒരൊറ്റ സാധനത്തിൽ ഒരു 15 എണ്ണം വരെ ഉണ്ടാകും. അതുപോലെ ഇത്തേൽ 15 ഉണ്ടാകും, ഇത്തേ 15 ഉണ്ടാകും. ഇങ്ങനെ 15 വെച്ച് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ നട്ട് വെച്ചപ്പം ഉള്ളൊരു സംഭവം. അതുകൊണ്ടാണ് ഇങ്ങനെ 15 ഒന്നും ഇല്ലാത്തതുകൊണ്ടോ. ഇത് നമ്മളിപ്പോൾ ഒരു വർഷം ആകുന്നേ ഉള്ളൂ. നമ്മുടെ ചെടി ഉണ്ടായിട്ട് ഇതുണ്ടോ, ഇത് തന്നെ ഇതുണ്ട്. ഇതാണ് ഈ ഒരു കത്ത് കണ്ടോ. ഇത് ഇപ്പോഴത്തെ 3 എണ്ണം വെച്ചുള്ളൂ. ഇത്തേലിങ്ങനെ അതുപോലെ തന്നെ ഉള്ള സംഭവമാണ് ഇത്. ഇത്തേലെ ഒരു 10-15 എണ്ണം വെച്ച് കാവര ഇങ്ങനെ വരും. ഇതുണ്ടോ, ഇത് കാണുന്നുണ്ടോ. ഇത്തേ 3 കായുള്ളൂ. ഇത് നമ്മൾ നട്ട് വെച്ചപ്പോൾ അത്തേലുണ്ടായിരുന്ന ഇത് ഇതാണ് നമ്മൾ ശരം എന്ന് പറയുന്നത്. ശരം, ഈ ശരത്തിലാണ് ഇങ്ങനെ കായ ഉണ്ടാകുന്നത്. ഇത്ര നാളെന്നൊക്കെ ഉണ്ടായി. ഇതിങ്ങനെ ഈ കൊത്തെന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വന്നിട്ട് ഇങ്ങനെ 35 എണ്ണം വരെ ഇങ്ങനെ ഇത് നീണ്ടു പോകും. പിന്നെ ഈ ഒരെണ്ണത്തിൽ 10-15 വെച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നല്ല സ്റ്റൈൽ ഇലമായിരിക്കണം. അതുപോലെ മരുന്നും പരിപാടി എല്ലാം ചെയ്ത് കൊടുത്താൽ മാത്രം വേണ്ട. ഇങ്ങനെ ഇതിൻ്റെ റൗണ്ടിന് ഇപ്പോൾ ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇത് ഇപ്പം നമ്മൾ മണ്ണിട്ടേക്കുന്നതാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ ഈ ശരങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിറയും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കവരും. ഇതാണ് ഏലക്ക. ഇതാണ്ടോ, ഇതാണ് പച്ച ഏലക്ക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് സംഭവമുണ്ട്. ഇതുണ്ടോ, നല്ല ഇത് മൂത്ത കായാണേ. ഇതുണ്ടോ, ഇതിൻ്റെ കറുത്ത കായ. ഇത് നമ്മൾ ഈ കായ നമ്മൾ വായിട്ടാൽ നല്ലൊരു ഗ്യാസും ഒരു ചെറുമധുരമൊക്കെ കാണും. പിന്നെ ഇതിനെ പറയണ്ടേ. പിന്നെ ഇത് നമ്മൾ സ്റ്റോറി കൊടുത്തിട്ടാണ് ഇത് ഉണങ്ങുന്നത്. സ്റ്റോറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരെ അവരിത് ശരിക്കും കഴുകും. എന്നിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് 24 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഉണങ്ങി തരും. 1 കിലോ ഉണങ്ങുന്നതിന് 10 രൂപ ഉള്ളൂ അവർക്ക്. നമ്മൾ 1 കിലോ കായ ഉണങ്ങുകയാണെങ്കിൽ 10 രൂപ സ്റ്റോറുകാർക്ക് കൊടുക്കണം. നേരം നല്ല സ്റ്റൈലായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങി തരും. അന്നേരം 5.5 കിലോ വേണം. 5.5 കിലോ ഉണ്ടെങ്കിൽ 1 കിലോ ഉണക്കക്കായ കിട്ടുള്ളൂ. 1 കിലോ ഉണക്കക്കായ്ക്ക് ഏതാണ്ട് 2400 രൂപ കൊണ്ട് വിലയുണ്ട്. പിന്നെ പച്ചക്കായ കൊടുക്കുകയാണെങ്കിൽ 440 രൂപ വിലയുണ്ട്. 440-450 രൂപ. നമ്മുടെ ഈ കായ കൊടുക്കുകയാണെങ്കിൽ 450 രൂപ കിട്ടും. ഇതുണ്ട്, നല്ല കായ, നല്ലൊരു മിസ്സിങ് ഇല്ലാത്ത കായ. ഇതൊക്കെ നല്ല സ്റ്റൈലിൽ പഴുത്ത കായ കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. ഇത് കുറേ പറിക്കാറായി. നമുക്കൊരു വേണമെങ്കിൽ ഇപ്പോൾ ഒരു 5-6 കിലോ ഒക്കെ വേണമെങ്കിൽ പറിച്ച് കൊടുക്കാറുണ്ട്. 1 കിലോയ്ക്ക് 440 രൂപ കിട്ടും. നമ്മുടെ കായ്ക്ക് ഒരു 450 രൂപ കിട്ടും കേട്ടോ. ഇപ്പം ആവറേജ് കായ്ക്ക് 440 രൂപ, 430. പിന്നെ കായയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവിടെ വില. പിന്നെ ചൊറി എന്നൊക്കെ പറഞ്ഞ്, കായ്ക്ക് ചൊറി എന്നൊക്കെ പറഞ്ഞുണ്ട്. ചൊറി എന്ന് പറഞ്ഞ കായ്ക്കല്ല, താഴെയുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ.
എങ്ങനെയുണ്ടെങ്കിൽ അതിവിടെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. ചൊറി നമ്മൾ പറയില്ല, ചൊറി കരപ്പൻ എന്നൊക്കെ നമ്മൾ പിള്ളേർക്ക് വേണ്ടി പറയില്ല എന്ന് പറഞ്ഞാലേ ഉണ്ട്. നോക്കട്ടെ, നമ്മുടെ വേറൊരു മൂടാണ്. തേലും ചൊറിയും ചരങ്ങൊന്നും കാണാനില്ല. നോക്കട്ടെ, ഉണ്ട് ഇതുണ്ട്, ഇതുണ്ടോ, ഇതാണ് ഒരു ചെറിയൊരു ഇതുണ്ട്, കാണാം, മനസ്സിലാകുന്നുണ്ടോ? ഇതുണ്ട്, ഇതിൻ്റെ വര പോലെയൊക്കെ കാണുന്നത് കണ്ടോ? ഇതാണ് ചൊറി എന്ന് പറയുന്നത്. ഈ കായ്ക്ക് ഒരു 10 രൂപ വെച്ച് കുറയും. അതായത് നമുക്ക് നല്ല കായ്ക്ക് 450 രൂപ കിലോയിലും ഉണ്ടെങ്കിൽ ഇതിനൊരു 440 430 ആ വില ഒരു 10 രൂപ വെച്ച് കുറഞ്ഞു പോകും. ഇതല്ല നാളെ സര എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, ഇത്തേലാണ് ഇങ്ങനെ കായ ഉണ്ടാകുന്നത് കണ്ടോ. ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കയറി വന്നേ. ഇതിൽ 35 വരെയൊക്കെ മാക്സിമം ഏറ്റവും അതുപോലുള്ള നല്ല ഹെവി തോട്ടങ്ങളൊക്കെയാണ് 40 എണ്ണമൊക്കെ വരും. ഇങ്ങനെ ഇത് കൊത്തെന്നാണ് പറയുന്നതിന്, ഇത് ഓരോ കൊത്തെന്നാണ് പറയുന്നത്. ഒരു കൊത്തയിൽ ഇത്തരത്തിൽ 1 2 3 4 5 വേറെ ഉണ്ടാകുന്നുണ്ട്, 6 അങ്ങനെ. ഇത് 10 വരെ 10-15 വരെയൊക്കെ ഉണ്ടായത്. നമ്മുടെ ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ വർഷം നട്ടായതുകൊണ്ട് അതിൻ്റെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതാ പറഞ്ഞ് ഇപ്പം നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഇതിനു വേണ്ടി മുടക്കാൻ തികയുന്നില്ലാത്തൊരവസ്ഥ കേട്ടോ. നോട്ടെ, അവത്തലൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ഇത് നമ്മുടെ കറണ്ട് പുള്ളിയാണ്. ഇത് നമ്മൾ പറമ്പിലോട്ട് കറണ്ട് ഇട്ടേക്കുന്ന അവിടെ നിന്ന് വെള്ളം അടിക്കാനുള്ള സെറ്റപ്പിൽ ഇതുണ്ട്. ഇത് സ്ഥലം ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോൾ തന്നെ നടന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 വരെ. ഇതിങ്ങനെ 30-35 വരെയൊക്കെ ആകും. ഒരെണ്ണത്തിലും 15 10 മേളിലോട്ടുള്ള കായ്കൾ ഇങ്ങനെ. ഇതുണ്ടോ, ഇതൊന്ന് ഇവിടുന്ന് പിന്നെ ഇങ്ങനെ എത്തുന്ന വീണ്ടും കായ്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതൊന്ന്, ഇത് 2 ഇങ്ങനെ കായ്ക്കളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊരു 15 വരെ ഒരേ കൊത്തയിലും 15 കായ വരെ ഉണ്ടാകും. ഏതുണ്ട് ഇനി 4-5 ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ്. ഇതിന് ശരം എന്നാണ് പറയുന്നത്. ഇത് ശരം ഉണ്ടോ, ഈ ശരത്തിലാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, ഇതാണ് ശരം എന്ന് പറയും. പിന്നെ പറയുന്നത് ഇത് ഏലത്തിൻ്റെ തട്ട അല്ലെങ്കിൽ ചിമ്പെന്ന് പറയും. ഏലത്തിൻ്റെ ചിമ്പ്. ഇവിടെ വേറെ ഒരു നിൽക്കണ്ടേ. വേണ്ട, അത്യാവശ്യം കായ്ക്കുണ്ടായി വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ കിടക്കും. നമ്മളൊരു ഇപ്പോൾ തന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേന് ഇതുപോലെ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കും. നമുക്കിതിൻ്റെ ഇതുണ്ടോ, അടുത്തിങ്ങനെ പോകണമെങ്കിൽ ഇവനെല്ലാം ഇങ്ങനെ മാറ്റി പോകേണ്ട ഒരവസ്ഥയുണ്ട്. അതിനു മുമ്പ് എല്ലാ മരം ഇങ്ങനെ നിൽക്കും. എന്നിട്ട് മരം ഇങ്ങനെ ഇതിൻ്റെ റൗണ്ട് തന്നെ ഇങ്ങനെ കിടക്കും. കണ്ടോ, അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കണ്ടോ ഇങ്ങനെ. ഇപ്പത്തേൽ എത്ര മരം? ഇപ്പത്തേൽ 1 2 3 4 5 6 വരെ. 5 വിത്തിൽ 5 ഇനി ഇങ്ങനെ ഇതുണ്ടോ,
ഇതുണ്ട്, വീണ്ടും പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പൂ വിടർന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതുണ്ട്, ഇത്തേരാണ് ആയുള്ള, അവത്തേലൊന്നും ആയില്ല. ഇതുണ്ട്, ഇവൻ പൂ വിടർന്ന് ഇങ്ങനെ അത് എത്ര മണി, അത് 4ാമത്തെ വിടർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിടർന്ന് അതിനങ്ങനെ ഒരു കൊത്തയിൽ 10-15 വരെ ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ്. പിന്നെ എന്നാ പറയുന്നത്, ഇതാണ് ഏലം. പിന്നെ ഇതിന് നനവ് വേണം. നനവെന്ന് പറഞ്ഞാൽ നനച്ച് കൊടുത്തോണ്ടിരിക്കണം. ഏത് വേനലാണെങ്കിലും മഴയാണെങ്കിലും ഇവന് വെള്ളം വേണം. ഇല്ലെങ്കിൽ ഇവന് ഉണങ്ങിക്കരിഞ്ഞ് കൊത്താഴത്തിയായിപ്പോയി. അന്നേരം നമുക്ക് പിന്നെ ഒരു പ്രയോജനമില്ല. അത് എന്താ കാണുന്നത്, ഇതാണ് ഇതാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്നാ പറയുന്നത്, ഇതൊക്കെയാണ് ഏലം. അല്ലാതെ ഇനി എന്നോട് ചോദിക്കുകയാണെങ്കിൽ വേറെ പറഞ്ഞുതരാം. അല്ലാതെ ഇപ്പം പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ഇത് കൊടിയാണ്. കൊടിയെന്ന് പറയുന്നത് അറിയാമല്ലോ, നിങ്ങളവിടെ കൊടിയുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ കൊടി അത്ര ഇപ്പം ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ പണ്ട് ഇവിടെ കൊടിയായിരുന്നു, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഏലമാണ്. ഇതെന്താ, ഇതിന് ചെറിയുണ്ടേ, ഇതുണ്ടോ, ഇതിന് ചെറിക്കുള്ള മരുന്നെല്ലാം നമ്മൾ അടിച്ച് കൊടുത്തിട്ട് ഇരിക്കുക. കണ്ടോ, അയ്യോ അത് ഒടിഞ്ഞു പോയി. ദൈവമേ, നിങ്ങളെ കാണിക്കുകയും പോയി പൊക്കിയത് കൊണ്ട് ഒടിഞ്ഞു പോയി. ഇതിനിപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു നമുക്കൊരു 500-600 രൂപ നഷ്ടമുണ്ട്. ഇത് ഈ ഒരൊറ്റ സംഭവം ഒടിഞ്ഞുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ ഇതൊരു 1 കിലോ അടുത്തുണ്ട്. മനസ്സിലായോ? ഒറ്റ വീഡിയോയ്ക്ക് എനിക്ക് നഷ്ടം വന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു, ഇനി ഇതെല്ലാം ഒത്തിരി ഉണ്ടാകാനുണ്ടേ. സാരമില്ല, ഓട്ടെ, ഉണ്ടായിക്കൊള്ളേ. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന് വേണ്ട. ഏലക്കായെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വേണ്ട, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വീഡിയോ എടുക്കുമ്പോൾ അത്രയും സെറ്റാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേണ്ട, ഇങ്ങനെയാണ് ഏലക്ക എന്ന് പറയുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, അതിലെല്ലാം ഉണ്ട്. ഇതുണ്ട്, 1-ാം വർഷ ചെടിയാണ്. ഇതൊരു 2 വർഷം 3 വർഷമൊക്കെയാണ്. ഇത് ടൈറ്റ് കായാണ്. ടൈറ്റ് കായൊക്കെ ആയി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാലോ, നമുക്ക് എന്നാ തന്നെ പറയാൻ പറ്റാത്തൊരിതുണ്ട്. കണ്ടോ, ഇതിനിപ്പോൾ ഈ ഒരു കൊത്തിന് ഇപ്പം നോക്കട്ടെ, ഇത് 1, 2, 3 അവിടെ ഇല്ലല്ലേ, 1, 2, 3, 4, 5. ഇതിന് 5 കവരയൊക്കെയായേ. ഇങ്ങനെ 10 കവരയൊക്കെയാവും ഇത്. ഇങ്ങനെ ഒരു കൊത്തിന് 10 കവരയൊക്കെയാവും. ഇങ്ങനെ അങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. ഇപ്പം അതികൊള്ളൊക്കെ എന്നാ പറയുന്നത്, ഇപ്പം അല്ലാതെ ഇപ്പം ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരു ഇതിനതുപോലെ മുടക്കമാണ് കേട്ടോ. ഒറ്റ മരുന്നടിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു 1.25 ഏക്കർ സ്ഥലമുള്ളൂ. ഇതിന് മരുന്നടിക്കണമെങ്കിൽ ഒരു ഈ കഴിഞ്ഞ തവണ മരുന്നടിച്ചതിന് 3000 സംതിങ് രൂപയായി. ചിലപ്പോൾ കയറി ഇറങ്ങിയും കൂടുതലുമൊക്കെ വരും കേട്ടോ. ഓരോ കേട് കാണുമ്പോൾ കേടിനനുസരിച്ചുകൂടെ നമ്മൾ ആ മരുന്ന് മേടിക്കും. ഇപ്പോൾ ഏലത്തിനൊരു മിസ്സിങ് ഉണ്ട്, ചെറിയൊരു എന്തെങ്കിലും രസമുണ്ട്, മഞ്ഞപ്പുണ്ട്. ഇത് നമ്മളെ കരിമ്പച്ച കളറിലുള്ള ഇപ്പോൾ നമ്മളെ ഇല നിൽക്കുന്നത്. ഇതൊക്കെ ഒരുക്കി കൊടുക്കാറ് കേട്ടോ. ഈ ഇലയെല്ലാം വലിച്ചു കുറച്ച് കളയേണ്ടതാണേ. അതിന് ഇല ഒരുക്കാന്ന് പറയും. അതിപ്പം നമ്മൾ ഒരുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സംഭവം ഇപ്പം എല്ലാം കൂടെ വലിച്ചു കുറച്ച് ഇങ്ങനെ കളയുന്നതിനാണ് ഒരുക്കാന്ന് പറയുന്നത്. ഇതാണോ ഈ ഈ പോയ
ഈ വാടി നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്നതെല്ലാം അവിടെ ഇങ്ങനെ ഇലകളെല്ലാം വലിച്ച് പറിച്ച് കളയുന്നതാണ് ഇല ഒരുക്കാൻ തുടങ്ങും. അത് നല്ല പണിയാണ് കേട്ടോ. നമ്മൾ ചുമ്മാ അങ്ങനെ പറഞ്ഞൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിനൊക്കെ ആളെ വിളിച്ച് നിർത്തി, പണിക്കാരെ വിളിച്ച് നിർത്തി പണിപ്പിക്കുന്ന ഇതെല്ലാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വലിച്ച് പൊളിച്ച് കളഞ്ഞ് ഇങ്ങനെ ക്ലിയറാക്കി ഇലപ്പോഴും നല്ല വൃത്തിക്ക് നിൽക്കണം. അതുപോലെ 24 മണിക്കൂർ ഈ സാധനത്തിന് വെള്ളം വേണ്ട സാധനം. വെള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈർപ്പം വേണം. ഇതുണ്ടോ, ഇന്നൂടെ നമ്മളെ കണ്ടോ ഈർപ്പം, ഇന്നൂടെ പറമ്പെല്ലാം നനച്ച് കൊടുത്തിട്ടാണ് നമ്മളിരിക്കുന്നത്. ഇതെല്ലാം പിന്നെ ഇതിപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ ഇത് ഒരുക്കി കൊടുത്തിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം ഇത് വലിച്ച് പൊളിച്ചോളണം, എന്നാലേ ഇതിന് ഒരു അസുഖം ഉണ്ടായിരിക്കുള്ളൂ ഏലത്തിന്. ഇതിങ്ങനെ കുറേ ഇങ്ങനെ കിടക്കുന്നാൽ ഏലത്തിന് അസുഖമെല്ലാം ഉണ്ടാകും. പിന്നെ എന്നാ പറയുന്നത്, ഇതിനൊക്കെ പിന്നെ സരം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇത് കണ്ടോ, ഇതിൽ ഇങ്ങനെ ഏലക്ക ഉണ്ടാകേണ്ട സാധനങ്ങൾ ഇതിനാണ് സരം എന്ന് പറയുന്നത്. കണ്ടോ, കുഞ്ഞ് സരങ്ങൾ, കുഞ്ഞ് മുട്ടിച്ച് വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ മുട്ടിച്ച് വരുന്നുള്ളത്. ഇത് ഒരാണെങ്കിൽ പറയുകയാണെങ്കിൽ കഞ്ചാവിനേക്കാൾ ലാഭമാണ്. നമ്മളന്നേരം അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ ദിവസത്തിൻ്റെ ചൂട്ടി വന്ന് ഈ കുഞ്ഞുപിള്ളേരോട് വർത്തമാനം പറഞ്ഞ പോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതിനെ നിങ്ങളെ നോക്കണം. വേണ്ട, ഇതാണ് നമ്മൾ ശരം എന്ന് പറയുന്നത്. ഇതിൽ ആണ് ഏലക്ക ഉണ്ടാകുന്നത്. ഇതിൽ നിലവിൽ ഏലക്ക ഉണ്ടായിട്ടില്ല. ഏലക്ക എല്ലാം ഉണ്ടായി വരാനുള്ള സെറ്റപ്പാണ്. ഓക്കെ, പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വേറെ എന്നാ പറയാനുള്ളത്, ഇത് പയ്യെ ഉണ്ടായി വന്നേക്കുന്നതാണ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നാം വർഷം ചില സംഭവമാണ്. ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും വീണ്ടും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഏലത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടമില്ല. അതാണ് നാളെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവേ, നാളെ പകല്. ഇത് ഞാൻ മുമ്പേ കാണിച്ച അത് തന്നെ ആദ്യം കാണിച്ച കുഞ്ഞേലക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ, കണ്ടോ, എല്ലാം കുഞ്ഞു പൂവൊക്കെ ഇട്ട് വരുന്നുണ്ടോ. ഇതാണ് ഏല. ഇത് പകല് കാണിക്കാവേ, പകല് കണ്ടാലേ ചില അടിപൊളിയാവുള്ളൂ. ഓക്കെ.